ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ച് ലേറ്റായിപ്പോയി ഇടാൻ, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. വിഷുവിൻ്റെ 3-4 ദിവസം മുമ്പ് തുടങ്ങി കിട്ടോ മോളൂസിന് പടക്കം വാങ്ങണം എന്നുള്ള കച്ചറ. ഞാൻ പിന്നെ പടക്കം അങ്ങനെ വാങ്ങി കൊടുക്കണ്ടെന്ന് വിചാരിച്ച് അത് അത്ര മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷെ അമ്ലും കൂടി ഇവിടെ വന്നപ്പോൾ പിന്നെ പടക്കം വാങ്ങേണ്ട വലിയ സമ്മതിച്ചില്ലേ. അങ്ങനെ ഓൽക്ക് പൊട്ടിക്കാൻ പറ്റിയ കുറച്ച് ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് ഓലയും കൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ അതപ്പം ഫ്രൈഡ് ചിക്കനൊക്കെ കൊണ്ടുവച്ച് കിട്ടും. ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത്. അതിന് കൂട്ടാനായിട്ട് ഇതാ പൊറാട്ടയാണ് കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ മക്കൾക്കൊക്കെ വേഗം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഓലെല്ലാവരെയും ഇരുത്തി ഓൽക്കുള്ളതൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും വലിയ തിന്ന് കഴിയണമെങ്കിൽ. പിന്നെ അമ്മച്ചി വന്നങ്ങാൻ അമ്മച്ചിക്കുള്ള പൊറാട്ടയും പീസും എടുത്ത് കഴിച്ചു. ഇപ്പൊക്കെ പിന്നെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പം ഇവിടെയുള്ള ചോറും കാര്യം തിന്നു. അവസാനമായിട്ട് ഞാനും സൈനയും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കിന് വലുത് പടക്കമൊക്കെ പൊട്ടിക്കാനും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞാൻ പടക്കം വാങ്ങാൻ കച്ചറുണ്ടാക്കിയ അമ്ലുവിന് പടക്കം പൊട്ടിക്കാൻ സമയമായപ്പോൾ ഭയങ്കര പേടിട്ടോ. അതുകൊണ്ട് ഇപ്പം പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഇവനോട് പൊട്ടിക്കേണ്ടി എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു എടുത്തിട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ മേശപ്പൂത്തിരിയാണ് കേട്ടോ കത്തിച്ചത്. മേശപ്പൂത്തിരി കത്തുന്നതിൻ്റെ ആവേശത്തിലുള്ള ഒരു നിലവിളി ശബ്ദമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. പിന്നെ നിലച്ചക്രവും കമ്പിപ്പൂത്തിരി മേശപ്പൂത്തിരി അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ കത്തിച്ച് തീർത്തിട്ടോ. എല്ലാം കത്തിച്ച് തീർന്നാൽ പിന്നെ എല്ലാവർക്കും സമാധാനമായിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങാമല്ലോ. ഒരുപാട് സൗണ്ടുള്ള പടക്കങ്ങളൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. അതും കൂടി വാങ്ങിയാൽ പിന്നെ ഇവിടെ ചെവി കേൾക്കാൻ ഒരു സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. ഇവർ കുറേ പറഞ്ഞിരുന്നു അങ്ങനത്തെ പടക്കമൊക്കെ വാങ്ങാൻ, പക്ഷെ ഞാൻ വാങ്ങാണ്ടെന്നാണ്. ഇവരൊരു പൂതിക്ക് ഇത്രയും പടക്കം തന്നെ ധാരാളമാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഹോലി ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എന്നാൽ ശരി.